എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എനിക്ക് ബിഗ് ബോസ് സീസൺ 6 വളരെയധികം ഇഷ്ടമുണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം പുറത്തായി പോയി കേട്ടോ. അപ്സര ആൽബി എനിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. ഭയങ്കര ബോൾഡായിരുന്നു അല്ലേ, ഭയങ്കര മിടുക്കിയായിരുന്നു. എല്ലാ കാര്യങ്ങളോടും തന്മയത്വത്തോടു കൂടി പ്രതികരിക്കും അല്ലേ. ചില കാര്യങ്ങൾ സംയമനം പാലിച്ച് മൗനമായിരിക്കും. ഗെയിം സ്പിരിറ്റിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല അല്ലേ. ശരിക്കും പറഞ്ഞ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയായിരുന്നു. ആദ്യത്തെ ഒരു മാസം, അതായത് ബിഗ് ബോസ് സീസൺ 6 ടെലികാസ്റ്റ് ചെയ്ത് ഒരു മാസം എല്ലാ ജനങ്ങളും ഒരുപോലെ പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്സരയായിരിക്കും ബിഗ് ബോസ് സീസൺ 6ന്റെ ടൈറ്റിൽ വിന്നർ, അപ്സരയായിരിക്കും കപ്പ് കൊണ്ടുവരുന്നത് അല്ലേ. പക്ഷേ പോകെ പോകെ ആൾ കുറച്ച് ഡിമ്മായി. സത്യം പറഞ്ഞാൽ ഈ ഔട്ടാവുന്ന ആ ഒരു ആഴ്ചയും അതിനു മുമ്പൊക്കെ അപ്സര വളരെയധികം ഡിമ്മായി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ആദ്യത്തെ ആ ഒരു സ്പിരിറ്റും ആദ്യത്തെ ആ ഒരു പവറും ഒക്കെ എവിടേക്കോ പോയി വന്നതുപോലെ എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. അപ്സര പുറത്തായി വന്നതിന് ശേഷം ഒരു ഓൺലൈൻ ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കുകയുണ്ടായി. അപ്പം അതിനു മുന്നേ ബിഗ് ബോസ് സീസൺ 6ന്റെ ഏതൊക്കെയോ സെഗ്മെന്റുകളിൽ അപ്സര തൻ്റെ ആദ്യ വിവാഹ ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുകയുണ്ടായി അല്ലേ. അപ്പൊ അതിനെ തുടർന്ന് ആദ്യ വിവാഹ ബന്ധത്തിലെ ഭർത്താവായിരുന്ന അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അതൊക്കെ നമുക്ക് വളരെയധികം കൺവിൻസിങ് ആയിട്ട് തോന്നി എന്നുള്ളതാണ് സത്യം അല്ലേ. എനിക്ക് തോന്നുന്നു 2 വർഷം മുന്നേ ഏഷ്യാനെറ്റിന്റെ തന്നെ ഒരു പ്രോഗ്രാമിൽ വിമൻസ് ഡേയുമായി ബന്ധപ്പെട്ട ഏതോ ഒരു പ്രോഗ്രാമിൽ അപ്സര ഇതേ കാര്യങ്ങൾ തന്നെ സംസാരിക്കുകയും അതിനെ തുടർന്ന് ആദ്യ ഭർത്താവായിരുന്ന അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഇതിലും വ്യക്തമായി ഒരുപാട് കാര്യങ്ങൾ പറയുകയും ചെയ്തു. അന്ന് കൊച്ചുകുട്ടി ആബാലവൃദ്ധം ജനങ്ങൾക്ക് വളരെയധികം കൺവിൻസിങ് ആയി തോന്നുകയും ചെയ്തു. കാരണം ഒരുപാട് കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുമായിരുന്നു അദ്ദേഹം പറയുന്നതിൽ എന്തൊക്കെയോ കാര്യമുണ്ടല്ലോ എന്ന് വെച്ച് അപ്സരയെ നമ്മൾ ജഡ്ജ് ചെയ്യുമൊന്നും അല്ല കേട്ടോ. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഇദ്ദേഹം മറ്റൊരു വീഡിയോയിൽ വന്ന് പറയുകയാണ്, അപ്സരയുടെ ഫാമിലി പുഷ് ചെയ്യിപ്പിച്ച് ഏതൊക്കെയോ ഹോൾഡ് വെച്ച് സ്വാധീനിച്ച് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞതിന് പ്രകാരം പോലീസ് സ്റ്റേഷൻ വഴിയൊക്കെയാണ് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് വളരെ സങ്കടത്തോടെ അദ്ദേഹം ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം ബിഗ് ബോസ് സീസൺ 6 ഏതോ സെഗ്മെന്റിൽ അപ്സര ഈ ആദ്യ വിവാഹ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞതിന് പ്രകാരമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ആദ്യ ഭർത്താവ് വീഡിയോയിലൂടെ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും പറഞ്ഞത്. അതും വീണ്ടും നമുക്ക് വളരെയധികം കൺവിൻസിങ് ആയിട്ട് തോന്നുകയും ചെയ്തു. അതിനൊരു മറുപടി ഒന്നോണം ഈ ഓൺലൈൻ ചാനലിൽ അഭിമുഖം കൊടുത്തല്ലോ അപ്സര. അതിൻ്റെ ഇടയ്ക്ക് അപ്സര പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. ആ സ്റ്റേറ്റ്മെന്റ് പൊള്ളയാണല്ലോ എന്ന് എനിക്ക് തോന്നി. അതായത് അപ്സര പറഞ്ഞതിങ്ങനെ, ഞാൻ ബിഗ് ബോസ് സീസൺ 6ന്റെ സെഗ്മെന്റുകൾ ഞാൻ പറഞ്ഞു, പക്ഷേ ആദ്യ വിവാഹ ബന്ധത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, അതെനിക്കുണ്ടായ അനുഭവമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പേരോ സ്ഥലമോ അഡ്രസ്സോ അദ്ദേഹം ആരാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. ആദ്യ വിവാഹ ബന്ധത്തെക്കുറിച്ച് മോശമായി സംസാരിച്ചു. അപ്പൊ എനിക്ക് വന്നൊരു സംശയം, ആദ്യ വിവാഹ ബന്ധം ഒന്നല്ലേ, ഭർത്താവായിരുന്ന ആളും ഒരാളല്ലേ, ഈ 2 പേരും ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആളുകളാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ വിവാഹ ബന്ധത്തെക്കുറിച്ച് മോശമായി സംസാരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് വന്ന് പ്രതികരിക്കണ്ടേ? ആ വിവാഹ ബന്ധത്തെക്കുറിച്ച് മോശമായി സംസാരിക്കുമ്പോൾ കണ്ടു നിൽക്കുന്ന പ്രേക്ഷകർ പൊട്ടന്മാരൊന്നും അല്ലല്ലോ. അവർ വിരൽ ചൂണ്ടുന്നത് അദ്ദേഹത്തിലേക്ക് തന്നെയായിരിക്കും. കാരണം ഞങ്ങൾക്കറിയാം അപ്സര എന്ന് പറയുന്ന വ്യക്തി വിവാഹം കഴിച്ചിരിക്കുന്നത് കണ്ണൻ റോയ് എന്ന് പറയുന്ന ആളെ തന്നെയാണെന്ന്. അപ്പൊ ആ വിവാഹബന്ധത്തെക്കുറിച്ച് വളരെ മോശമായി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് വന്ന് അതിന് മറുപടി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ പിന്നെ അപ്സര അതിനെക്കുറിച്ച് സംസാരിക്കരുതായിരുന്നു. ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്, വിവാഹബന്ധം വേർപെടുത്തിയ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ വന്ന് പറയുന്നത് എന്താവശ്യത്തിനാണ്? കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നിങ്ങൾ ആ സിറ്റുവേഷൻസ് ഒക്കെ ഓവർകം ചെയ്ത് നിങ്ങൾ വന്നു, കോടതി മുഖേന നിയമപരമായി ലീഗലി നിങ്ങൾ ആ ബന്ധം വേർപെടുത്തി ആ വ്യക്തിയുമായി യാതൊരു ബന്ധവും കാത്തു സൂക്ഷിക്കാതിരിക്കെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് വീണ്ടും ആ ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയിലേക്ക് തന്നെ വിരൽ ചൂണ്ടുക എന്നുള്ളത് സർവ്വസാധാരണമാണ്. അദ്ദേഹത്തിനും അപ്പോൾ പ്രതികരിക്കേണ്ടതായി വരും. ഇന്ന് ഒരു കോടതിയിൽ ചെന്നിട്ട് എനിക്ക് നാളെ ഡിവോഴ്സ് വേണം എന്ന് പറയുമ്പോൾ ജഡ്ജി പറയാം നാളെ 11 മണിക്ക് ഡിവോഴ്സ്. അങ്ങനെ അല്ലല്ലോ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ നടക്കുന്നത്. ഒരുപാട് സമയങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങൾ
കോടതി വരാന്തയിലൂടെ കയറി ഇറങ്ങി കൗൺസിലിങ്ങുകൾ നടത്തി പലരെയും കൺവിൻസ് ചെയ്യിപ്പിച്ച് നേടിയെടുക്കുകയാണ്. നിങ്ങൾ ആ ബന്ധത്തിൽ നിന്ന് ഒരു വിധത്തിൽ നിങ്ങൾ പിന്മാറി വന്നിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾക്ക് ഫെയിം കിട്ടാനും സെന്റിമെന്റൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യാനും വേണ്ടി ആദ്യ വിവാഹ ബന്ധത്തെ നിങ്ങൾ പിടിച്ചിടുകയാണെങ്കിൽ ആ ബന്ധത്തിൽ ഉണ്ടായിരുന്ന ആൾക്ക് പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. അദ്ദേഹം എന്തിനും മിണ്ടാതിരിക്കണം? എസ്പെഷ്യലി ഒരു വിവാഹബന്ധത്തെക്കുറിച്ചല്ലേ പറയുന്നത്, അതിലൊരു ഭർത്താവല്ലേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാ, ഞാനിരുന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് പറയാ, എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്, ആ ശത്രുക്കളിൽ ഒരാൾ എനിക്ക് വേണ്ടി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം എനിക്കൊരു 10-20 ശത്രുക്കളുണ്ട്, അത് ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ വന്നിരുന്ന് പറയാം അതിലൊരാൾ എനിക്ക് വേണ്ടി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും. നിങ്ങൾ വിചാരിക്കും ഇത് ആരായിരിക്കും? പോട്ടെ. പക്ഷെ ഒരു ശത്രു മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയാം, ആ ഒരു ശത്രു എനിക്ക് വേണ്ടി ഇന്നത് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ മനുഷ്യനെ മനസ്സിലാവും, ആ വ്യക്തിയെ മനസ്സിലാവും. അപ്പൊ വിവാഹബന്ധത്തിന്റെ കാര്യം പറയുമ്പോൾ വ്യക്തിയുടെ പേരോ അഡ്രസ്സോ പ്രത്യേകം പറയണമെന്നില്ല. ആ വ്യക്തിയിലേക്ക് ഓട്ടോമാറ്റിക്കലി പ്രേക്ഷകരുടെ കണ്ണും കൈയും എത്തും. അപ്പോൾ ആ വ്യക്തിക്ക് പ്രതികരിക്കേണ്ട ആവശ്യമുണ്ട്. അത് അയാളുടെ അവകാശമാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ വിളമ്പിയിട്ട് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞില്ലല്ലോ, ഞാൻ അദ്ദേഹത്തിന്റെ സ്ഥലം പറയുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നത് എന്ത് മണ്ടത്തരാണ്? നിങ്ങൾക്ക് ഇഷ്ടമില്ലാതിരുന്ന വിവാഹബന്ധത്തിൽ നിന്നും നിയമപരമായി നിങ്ങൾ മുക്തി നേടി അതിനുശേഷം നിങ്ങൾക്ക് ആഗ്രഹിച്ച മനോഹരമായൊരു ജീവിതം നിങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കെ എന്തിനാണ് പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ പഴയ കാര്യങ്ങളെക്കുറിച്ച് എടുത്തിടുന്നത്? അതങ്ങ് മറന്നാൽ പോരെ, അവരെ വിട്ടേരെ. അപ്പൊ അപ്സര ചെയ്ത ആ ഒരു കാര്യം വളരെ തെറ്റായിട്ട് എനിക്ക് തോന്നി. മാത്രമല്ല ആദ്യ ഭർത്താവായിരുന്ന അദ്ദേഹം പല വീഡിയോകളിലും വന്ന് കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിലാണ് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നത്. വീണ്ടും വീണ്ടും അദ്ദേഹത്തിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ആദ്യ വിവാഹ ബന്ധത്തിൽ എനിക്ക് ബെൽറ്റ് കൊണ്ട് അടി കിട്ടി എന്ന് പറഞ്ഞാൽ ഒരു ബെൽറ്റ് തനിയെ പറന്നു വന്ന് അടിക്കുമോ? ആ ആളാണല്ലോ അടിക്കുന്നത്. അദ്ദേഹമാണല്ലോ അവിടെ കുറ്റവാളിയായി സമൂഹം കാണുന്നത്. അപ്പൊ അദ്ദേഹത്തിന് വന്ന് പറയേണ്ട ആവശ്യവും അവകാശവും ഉണ്ട്. പുള്ളിക്കാരത്തിക്ക് ആദ്യത്തെ വിവാഹബന്ധത്തിൽ ഒരുപാട് സങ്കടമാണ് കിട്ടിയിരുന്നെന്ന് അപ്സര പറഞ്ഞു. പക്ഷെ അതിനേക്കാൾ ഇരട്ടി സന്തോഷമുള്ള ഒരു വിവാഹ ജീവിതമാണ് അദ്ദേഹം ഇപ്പോൾ കൊണ്ടുപോകുന്നത്, അല്ലേ? അപ്പോൾ ആ പഴയ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് ഒരു പബ്ലിസിറ്റി അതിന് നേടിക്കൊടുക്കുകയും അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയുടെ മുന്നിലേക്ക് കൊണ്ടുവരാതിരിക്കുകയും ചെയ്യേണ്ടത് അപ്സരയുടെ മാത്രം കടമയായിരുന്നു. അപ്സരയാണ് അത് ലംഘിച്ചത്. ഒരു ഡിവോഴ്സ് എന്നൊക്കെ പറയുന്ന ജീവിതത്തിൽ വരുന്നൊരു കഷ്ടപ്പാടും പരാജയവും വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ഭാഗമാണ്. അതിനെ അങ്ങോട്ട് മാറ്റി നിർത്തുക. ഇങ്ങനെയുള്ള ഗെയിം ഷോകളിലൊക്കെ വരുമ്പോൾ മറ്റുള്ളവർക്ക് ഇൻസ്പയർ ആവുന്ന എത്ര മൊമെന്റ്സ് നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സിനി ആർട്ടിസ്റ്റാണ് അപ്സര. അപ്പൊ അതിലേക്ക് വന്നതും അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ എത്ര സക്സസ് പോയിന്റ്സ് അവർ കടന്നിട്ടുണ്ടാവും, അതൊക്കെ അവർക്ക് പറയാമായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.